ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ മറ്റൊരു സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് റീസെൻ്റ്ലി നടന്ന ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാമിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ച് സെഷൻസിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സീരീസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വരുന്ന എക്സാമുകൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മൾ ഇതുപോലുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്നും മൈക്രോബയോളജിയിൽ നിന്നും ചോദിക്കാവുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, മൈക്രോബയോളജിയിൽ നിന്നും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ പോലും അതല്ല ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഷുവറായിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവറായിട്ട് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ബോഡി പ്രൊഡ്യൂസ്ഡ് ബൈ റാബീസ് വൈറസ്. റാബീസ് വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡി ഏതാണ്? ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ബൊളിംഗർ ബോഡീസ്, ഓപ്ഷൻ ബി ഗോർണറി ബോഡീസ്, ഓപ്ഷൻ സി മൊളസ്കം ബോഡി ആൻഡ് ഓപ്ഷൻ ഡി നെഗ്രി ബോഡി. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ് വൈറൽ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഓരോ വൈറസുകളും അതിൻ്റെ ഇൻക്ലൂഷൻ ബോഡീസും, ഓക്കെ എല്ലാ വൈറസും ഒന്നുമില്ല, ഉള്ള വൈറസുകളുടെ ഇൻക്ലൂഷൻ ബോഡീസും അതിൻ്റെ വൈറസിന്റെ പേരും നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് റാബീസ് വൈറസ്. റാബീസ് വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന അത് തന്നെയാണ്, നെഗ്രി ബോഡീസ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. പക്ഷെ മറ്റുള്ള പല വൈറസുകളുടെയും ഇൻക്ലൂഷൻ ബോഡീസ് ചോദിച്ചേക്കാം. അതുകൊണ്ട് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് ഓപ്ഷൻ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് നമുക്ക് എന്ത് പറയാം? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ്, ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് ആൻഡ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആൻഡ് ഇന്റർന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ്. അങ്ങനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സൈറ്റോപ്ലാസത്തിൽ അകത്ത് കാണുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, അതാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് കാണുന്നുണ്ട് ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നുണ്ട്. ഇൻട്രാന്യൂക്ലിയർ ആയിട്ടും ഇൻട്രാസൈറ്റോപ്ലാസ്മിക് 2 രീതിയിലും കാണുന്നുണ്ട്. അതാണ് തേർഡ് വൺ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ആൻഡ് ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഓരോന്നിന്റെ എക്സാമ്പിൾസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗ്രി ബോഡീസ് ആണ്. സീൻ ഇൻ റാബീസ് വൈറസ്. റാബീസ് വൈറസ് കാണുന്ന ഇൻക്ലൂഷൻ ബോഡിയാണ് നെഗ്രി ബോഡീസ് എന്ന് പറയുന്നത്. ആൻഡ് പാഷൻ ബോഡി സീൻ ഇൻ വാരിയോള വൈറസ്, ഗോൾണറി ബോഡി സീൻ ഇൻ വാക്സീനിയ വൈറസ്, and Bollinger body seen in Fowlpox virus, molluscum body seen in molluscum contagiosum virus, and perinuclear cytoplasmic body seen in Rio virus. Okay, അപ്പോൾ intracytoplasmic inclusion bodies ന്റെ എത്ര എക്സാമ്പിൾ കിട്ടിയല്ലോ? ഏതൊക്കെയാണ്? നെഗ്രി ബോഡീസ് ഇൻ റാബീസ് വൈറസ്, പാഷൻ ബോഡീസ് ഇൻ വാരിയോള വൈറസ്, ഗോർണറി ബോഡീസ് ഇൻ വാക്സീനിയ വൈറസ്, ബോളിംഗർ ബോഡീസ് ഇൻ ഫോൾപോക്സ് വൈറസ്, ആൻഡ് molluscum bodies in molluscum contagiosum virus, perinuclear cytoplasmic body in Rio virus. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഇൻട്രാന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസിന് 2 ടൈപ്പ് ഉണ്ട്. കൗഡറി ടൈപ്പ് എ ഇൻക്ലൂഷൻ, കൗഡറി ടൈപ്പ് ബി ഇൻക്ലൂഷൻസ്. ഓക്കെ, അപ്പോൾ കൗഡറി ടൈപ്പ് എ ഇൻക്ലൂഷൻസിൽ വരുന്നതാണ് ടോറസ് ബോഡീസ് ദാറ്റ് ഈസ് സീൻ ഇൻ യെല്ലോ ഫീവർ വൈറസ്, ആൻഡ് ലിപ്ഷൽസ് ബോഡീസ് സീൻ ഇൻ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് HSV, and Cowdry type B inclusion bodies are like seen in poliovirus and adenovirus, and intracytoplasmic and intranuclear inclusion bodies are seen in Ols I appearance as in CMV, cytomegalovirus and measles virus. ഓക്കെ, ഇത്രയും ഇൻക്ലൂഷൻ ബോഡീസും അതിൻ്റെ എക്സാമ്പിളുകളും ഓക്കെ ഏതൊക്കെ വൈറസുകളിലാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ റാബീസ് വൈറസിന്റെ നെഗ്രി ബോഡീസ് പലപ്പോഴും കാണാറുള്ളതാണ്, അതുപോലെ തന്നെ മറ്റുള്ളതും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെയിൻ പാർട്ടിക്കിൾ. എന്താണ് ഡെയിൻ പാർട്ടിക്കിൾ എന്നുള്ളത്? Option A mature herpes virus, option B complete hepatitis B virion, option C spherical virus antigen, and option D tubular virus surface antigens. നമുക്കറിയാം ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ HBsAg എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി 3 ഫോംസിലാണ് കാണുന്നത്. സ്ഫെറിക്കൽ ഫോം, ട്യൂബുലാർ ഓർ ഫിലമെന്റസ് ഫോം ആൻഡ് കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറിയോൺ. അങ്ങനെ 3ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഓരോന്നിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് HBsAg മാത്രമേ ആണ് ട്യൂബുലാർ ഫോമിലും സ്ഫെറിക്കൽ ഫോമിലും കാണുന്നുള്ളൂ. കംപ്ലീറ്റ് ഫോം എന്ന് പറയുന്നതാണ് അതിന്റെ ഹോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ HBsAg ഉണ്ട്, HBCAg ഉണ്ട്, HBAg ഉണ്ട്, അതിന്റെ ന്യൂക്ലിക് ആസിഡ്സ് പ്രസന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ജെനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആയിരിക്കുന്നത് കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറിയോൺ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് പാർട്ടിക്കിൾസിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. അതാണ് മോർ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ ആ കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറിയോൺ എന്ന് പറയുന്ന പേരാണ് ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെയിൻ പാർട്ടിക്കിൾ എന്താണെന്നുള്ളത് കിട്ടിയല്ലോ. ആ കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് പറയുന്ന പേരാണെന്ത്, ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. ഈ ക്വസ്റ്റ്യൻ എന്നോട് ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെയിൻ പാർട്ടിക്കിൾ എന്നുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഡെയിൻ സ്റ്റെയിനിങ്, ഡെയിൻസ് ഫിനോമിനൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും കൺഫ്യൂഷൻസ് വരരുത്. ഓക്കെ, അപ്പൊ ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറിയോൺ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡെയിൻസ് ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോട്ടിയസ് സ്പീഷീസ് കാണിക്കുന്ന ഒരു ഫിനോമിനൻ ആണ് ഡെയിൻസ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് സ്വാമിങ് കാണിക്കാറില്ല. എന്താണ് സ്വാമിങ്, നമ്മള് കൾച്ചർ മീഡിയയിൽ എന്ത് ചെയ്യുന്നു, സ്വാമിങ് ആയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് വേവി അപ്പിയറൻസ് സ്പ്രെഡിങ് വഴി കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രണ്ട് സ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സ്ട്രെയിൻസ് ഓഫ് പ്രോട്ടിയസ് നമ്മൾ ഒരേ കൾച്ചർ മീഡിയയിൽ ഇനോക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും അതിന്റെ സ്വാമിങ് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും. അപ്പൊ അത് ഫ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫ്യൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം രണ്ടും സിമിലർ സ്പീഷീസ് ആണെന്നുള്ളത് പറയാം. അത്തരത്തിലുള്ള ഒരു ടെക്നിക്ക്, ഒരു ഫിനോമിനൻ ആണെന്ന് ഡെയിൻസ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പേര് മാത്രം അറിഞ്ഞിരിക്കുക, ഡെയിൻസ് ഫിനോമിനൻ ഈസ് ഷോയിൻ ബൈ പ്രോട്ടിയസ് സ്പീഷീസ്. അടുത്തൊന്നാണ് ഡെയിൻ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഡെയിൻ സ്റ്റെയിനിങ് എന്ത് ചെയ്യുന്നു, മൈക്രോപ്ലാസ്മയാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്രൈഡ് എഗ് കോളനീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് മൈക്രോപ്ലാസ്മ. അപ്പൊ അത് വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്റ്റെയിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, മൈക്രോസ്കോപ്പിക്കലി വിസിബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെയിനിങ് മെത്തേഡ്സ് ആണ് ഡെയിൻ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താ ഡെയിൻസ് പാർട്ടിക്കിൾസ് നമ്മൾ പിന്നെയും മനസ്സിലാക്കി വെക്കാം. ഇതിൽ സ്പെല്ലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിൻ പാർട്ടിക്കിൾ എന്നാണ്. ഇപ്പോൾ ഡെയിൻസ് ഫിനോമിനൻ ആണെങ്കിൽ ഡെയിൻ സ്റ്റെയിനിങ് ആണെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെ. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചേക്കാം. ഒരു പ്രീവിയസ് ഇയർ ജിപ്മർ എക്സാമിനേഷൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡെയിൻസ് ഫിനോമിനൻ ആണോ ഡെയിൻ സ്റ്റെയിനിങ് ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഏതോ ഒന്ന് ചോദിച്ചു. അപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിൻസ് സ്റ്റെയിനിങ് ചോദിച്ചു, എന്നിട്ട് ഡെയിൻ സ്റ്റെയിനിങ് തരുന്ന ഓർഗാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ എന്താണ് മൈക്രോപ്ലാസ്മ, പ്രോട്ടിയസ്, ഈക്കോളെ, ക്ലബ്ഷില അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും, മൈക്രോപ്ലാസ്മയാണോ പ്രോട്ടിയസ് ആണോ ഈ ഡെയിൻ സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഡെയിൻ സ്റ്റെയിനിങ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോപ്ലാസ്മയ്ക്കും, ഡെയിൻസ് ഫിനോമിനൻ ആണെങ്കിൽ പ്രോട്ടിയസിനാണ് അത് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. ഡെയിൻസ് ഫിനോമിനൻ കാണിക്കുന്ന ഓർഗാനിസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോപ്ലാസ്മ എഴുതി വെക്കരുത്. ഡെയിൻസ് ഫിനോമിനൻ കാണിക്കുന്നത് പ്രോട്ടിയസ് ആണ്. ഡെയിൻ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് മൈക്രോപ്ലാസ്മയ്ക്കാണ്, അല്ലാതെ പ്രോട്ടിയസിനല്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മിക്കവാറും പല സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസുകൾ കാണാറുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഓപ്ഷൻസും അതുപോലെ കൊടുക്കും. പ്രോട്ടിയസും മൈക്രോപ്ലാസ്മ, HBV ഒക്കെ എന്ത് ചെയ്യും, ഓപ്ഷൻസിൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡെയിൻസ് ഫിനോമിനൻ ഫോർ പ്രോട്ടിയസ്, ഡെയിൻ സ്റ്റെയിനിങ് ഫോർ മൈക്രോപ്ലാസ്മ, ഡെയിൻ പാർട്ടിക്കിൾ ഫോർ കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറിയോൺ. ഓക്കെ, ഇങ്ങനെ തന്നെ ഓർത്തിരിക്കാം. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the eggs of Entropius vermicularis are collected from the perianal skin using. പലപ്പോഴും ചോദിക്കാറുള്ള പാരസിറ്റോളജി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത് എൻട്രോപിയസ് വെർമിക്കുലാരിസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് അതിന്റെ കളക്ഷനുമായിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതിന്റെ എന്ത് സാമ്പിളാണ് കളക്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് വഴിയാണ് സാമ്പിൾ കളക്ട് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ മിക്കവാറും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എ സ്ലൈഡ്, ഓപ്ഷൻ ബി NIH സ്വാബ്, ഓപ്ഷൻ സി നോമസലൈൻ, ഓപ്ഷൻ ഡി സിറിഞ്ച് ആൻഡ് നീഡിൽ. ഇവിടെ നിന്നാണ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. NIH സ്വാബ് ഈസ് ദ റൈറ്റ് ആൻസർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സ്വാബ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എൻട്രോപിയസ് വെർമിക്കുലാരിസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ സാമ്പിൾ കളക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ NIH സ്വാബ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ലോഫെയിൻ ടെക്നിക് വഴിയാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. പെരിയാനൽ സ്കിന്നിൽ നിന്നുള്ള സാമ്പിളാണ് നമ്മളവിടെ കളക്ട് ചെയ്യുന്നത്, അല്ലാതെ സ്റ്റൂൾ സാമ്പിൾ അല്ല അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരാറുണ്ട്, സ്റ്റൂൾ സാമ്പിൾ യൂസ് ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷേ ബെറ്റർ സാമ്പിൾ എന്ന് പറയുന്നത് പെരിയാനൽ സാമ്പിളാണ് കളക്ട് ചെയ്യുന്നത്, യൂസിങ് ബൈ NIH സ്വാബ് അല്ലെങ്കിൽ സെല്ലോഫെയിൻ ടെക്നിക്കാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതും വളരെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, NIH സ്വാബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻട്രോപിയസ് വെർമിക്കുലാരിസ് പഠിക്കുമ്പോൾ എന്താണ് NIH സ്വാബിനെ പറ്റിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, NIH സ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെരിയാനൽ ഏരിയ സ്വാബ്ഡ് ഇൻ ടു ദ മോർണിംഗ് ബിഫോർ ഡിഫിക്കേഷൻ. മോർണിംഗ് ടൈമിൽ ബിഫോർ ഡിഫിക്കേഷൻ, ഡിഫിക്കേഷന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്വാബ് ചെയ്യണം വിത്ത് സെല്ലോഫൈൻ പേപ്പർ ടൈഡ് ഓൺ ദ ടിപ്പ് ഓഫ് ദ ഗ്ലാസ് റോഡ്. ഗ്ലാസ് റോഡിന്റെ ടിപ്പിൽ എന്ത് ചെയ്യുന്നു, സെല്ലോഫൈൻ പേപ്പർ ബൈൻഡ് ചെയ്തിട്ട് ടൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഇൻസേർട്ട് ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡീബൈൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് സെല്ലോഫൈൻ ഇസ് സ്ട്രെച്ച്ഡ് ഓൺ ദ സ്ലൈഡ് ആൻഡ് എക്സാമിൻഡ് ഫോർ ദ എഗ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ സെല്ലോഫൈൻ നമ്മൾ മെല്ലെ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സ്ലൈഡിന്റെ മുകളിലേക്ക് വെക്കുന്നു, എന്നിട്ട് എക്സാമിൻ ചെയ്യുന്നു. ഇതുപോലെ ആയിരിക്കും NIH സ്വാബ് പ്രസന്റ് ആയിരിക്കാം.
ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് റോഡ് ഉണ്ടാവും. ഗ്ലാസ് റോഡിൽ ടിപ്പിൽ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലോഫൈൻ ഷീറ്റ് ഉണ്ടാവും. അത് റബ്ബർ ബാൻഡ് വഴി എന്ത് ചെയ്യുന്നു, ടൈ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗ്ലാസ് റോഡ് വെച്ചിട്ട് നമ്മൾ പെരിയാനൽ സ്കിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സെല്ലോഫൈൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നും റിലീസ് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിലേക്ക് വെച്ചിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു NIH സ്വാബ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ NIH സ്വാബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് NIH സ്വാബ് റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ NIH സ്വാബ് ഏത് പാരസൈറ്റ്സിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എൻഡ്രോബിയസ് വെർമിക്കുലാരിസ്. അപ്പോൾ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് NIH സ്വാബ്, ആ കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസേറ്റീവ് ഏജന്റ് ഓഫ് അമീബിക് ഡിസെൻട്രി. അമീബിക് ഡിസെൻട്രിയുടെ കോസേറ്റീവ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ജിയാർഡിയ ഇൻറ്റെസ്റ്റിനാലിസ്, ഓപ്ഷൻ ബി എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക, ഓപ്ഷൻ സി ഷിഗല്ല ഡിസെൻട്രി, ഓപ്ഷൻ ഡി ട്രൈക്കോമോണസ് വജൈനാലിസ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി എൻഡമീബ ഹിസ്റ്റോൾട്ടിക്കയാണ് അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ഷിഗല്ല ഡിസെൻട്രി കൊടുത്തത് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന് പറയുന്നത് ബാസിലറി ഡിസെൻട്രി ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, കൺഫ്യൂഷൻസ് വരും, എന്താണ് ബാസിലറി ഡിസെൻട്രി എന്നുള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് അമീബിക് ഡിസെൻട്രി ആണ് ചോദിച്ചിട്ടുള്ളത്. അമീബിക് ഡിസെൻട്രിക്ക് വരുന്നത് എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക ആണെങ്കിൽ ബാസിലറി ഡിസെൻട്രിക്ക് കൂടുതലായിട്ട് കാണുന്നത് ഷിഗല്ല ഡിസെൻട്രി ആണ്. ഓക്കെ, ഷിഗല്ല സ്പീഷീസ് ആണ് മെയിൻലി ബാസിലറി ഡിസെൻട്രി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അമീബിക് ഡിസെൻട്രിയും ബാസിലറി ഡിസെൻട്രി എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന്റെ ഡിഫറൻസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമുക്ക് ആൻസർ ഡയറക്റ്റ് പറയാം എന്താണ് എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബാസിലറി ഡിസെൻട്രിയും അമീബിക് ഡിസെൻട്രിയും തമ്മിൽ നിങ്ങൾ ഡിഫറൻസുകൾ അറിഞ്ഞിരിക്കണം. അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക ആണ് കോമൺലി കോസ് ചെയ്യുന്നത്. ബാസിലറി ഡിസെൻട്രി എന്ന് പറയുന്നത് ഷിഗല്ല ഡിസെൻട്രി ആണ് കോമൺലി കോസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, അതിൽ മെയിൻലി കോസ് ചെയ്യുന്നത് ഇവരാണ്. അതിന്റെ ഓരോന്നിന് ചെറിയ കുറച്ച് ഡിഫറൻസുകൾ മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്പർ ഓഫ് മോഷൻസ് എന്ന് പറയുന്നത് ഡിഫിക്കേഷന്റെ മോഷൻ എന്ന് പറയുന്നത് 6 to 8 മോഷൻസ് പെർ ഡേ ആയിരിക്കും. അമീബിക് ഡിസെൻട്രിയിൽ മോർ ദാൻ 10 മോഷൻസ് പെർ ഡേ ആയിരിക്കും ബാസിലറി ഡിസെൻട്രി. ബാസിലറി ഡിസെൻട്രിയിൽ കുറച്ചും കൂടി മോർ നമ്പർ ഓഫ് മോഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ എമൗണ്ട് എന്ന് പറയുന്നത് കോപ്പിയസ് എമൗണ്ട് ആയിരിക്കും അമീബിക് ഡിസെൻട്രിയിൽ, വളരെ സ്മോൾ എമൗണ്ട് ആയിരിക്കും ബാസിലറി ഡിസെൻട്രിയിൽ ഉണ്ടാവുക. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സ്റ്റൂൾ സാമ്പിളിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒഫൻസീവ് ഓർഡർ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് അമീബിക് ഡിസെൻട്രി. ഓർഡർലെസ് ആയിരിക്കും ബാസിലറി ഡിസെൻട്രിയിൽ ഉണ്ടാവുക. കളർ എന്ന് പറയുന്നത് ഡാർക്ക് റെഡ് കളർ ആയിരിക്കും അമീബിക് ഡിസെൻട്രിയിൽ, ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും ബാസിലറി ഡിസെൻട്രിയിൽ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അസിഡിക് സാമ്പിൾ ആയിരിക്കും അമീബിക് ഡിസെൻട്രി, ആൽക്കലൈൻ സാമ്പിൾ ആയിരിക്കും ബാസിലറി ഡിസെൻട്രിയിൽ ഉണ്ടാവുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നോൺ അദറന്റ് ആയിരിക്കും ഇൻ കേസ് ഓഫ് അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്, അദറന്റ് ഇൻ കേസ് ഓഫ് ബാസിലറി ഡിസെൻട്രി. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഡിഫറൻസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. പിന്നെ ഒരുപാട് മൈക്രോസ്കോപ്പിക്കൽ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളെ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കുക, എന്താണ് ബാസിലറി ഡിസെൻട്രി, എന്താണ് അമീബിക് ഡിസെൻട്രി എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് ഡയഗ്നോസിസ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. യൂട്ടൈന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മീഡിയ ഏതാണ്? ഓക്കെ, ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇൻഡിക്കേറ്റർ മീഡിയ? ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറഞ്ഞാൽ മീഡിയ ദാറ്റ് കണ്ടെയ്നിങ് എ ഇൻഡിക്കേറ്റർ, ഒരു ഇൻഡിക്കേറ്റർ പ്രസന്റ് ആയിരിക്കുന്ന മീഡിയ ആണ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഓർഗാനിസംസ് ഗ്രോത്ത് തരികയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ടാവും. മെയിൻലി എന്താണ്, പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി എന്താണ്, ആസിഡിക് pH ചേഞ്ച് ആവും. ചില ഓർഗാനിസംസ് വരുമ്പോൾ എന്താണ് അവിടെ pH ചേഞ്ച് ആവുന്നുണ്ട്. അവിടെ മെറ്റബോളിസം നടന്നിട്ട് എന്തായിരുന്നു, pH ലോവർ ആക്കുന്നു, pH കുറക്കുമ്പോൾ എന്തെങ്കിലും അസിഡിക് pH ആയി മാറുന്നു. അത് കാരണം അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു pH ഇൻഡിക്കേറ്ററിന്റെ കളർ മാറിയിട്ട് കളർ മാറും. അങ്ങനെ നമുക്ക് അവിടെ ഡിറ്റക്ട് ചെയ്യാവുന്നു. അങ്ങനെയാണ് ഒരുവിധം എല്ലാ മീഡിയയിലും ഈ pH ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മീഡിയ എന്ന് പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് എന്താണ്, ഒരു മെക്കോങ്കി അഗാർ എടുക്കുകയാണെന്നുണ്ട്, അവിടെ നമുക്ക് എന്ത് പറയാം, ലാക്ടോസ് ഫെർമെന്റിംഗ് ആണോ നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ഓർഗാനിസം ആണോ എന്നുള്ള നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ന്യൂട്രലെഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, ഈ ന്യൂട്രലെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ ലാക്ടിക് ആസിഡ് ഫെർമെന്റിംഗ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ ആസിഡിക് pH ഉണ്ടാകുന്ന ആസിഡിക് pH വഴി എന്ത് ചെയ്യുന്നു, ന്യൂട്രലെഡിന് ഒരു പിങ്ക് കളർ ഉണ്ടാവുന്നു. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോൺ ലാക്ടോസ് ഫെർമെന്റിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് ആസിഡിക് pH ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് കോളനിക്ക് പെയിൽ കളർ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മെക്കോങ്കി അഗാർ ഈസ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയും. ഇവിടെ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ ടെളുറേറ്റ് അഗാർ, ഓപ്ഷൻ ബി ചോക്ലേറ്റ് അഗാർ, ഓപ്ഷൻ സി മെക്കോങ്കി അഗാർ, ഓപ്ഷൻ ഡി ബ്ലഡ് അഗാർ. എന്താണ്, മെക്കോങ്കി അഗാർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ യൂട്ടൈഡ് ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്നത് ബ്ലഡ് അഗാറും മെക്കോങ്കി അഗാറാണ് ഇപ്പോൾ റുട്ടീൻലി യൂസ് ചെയ്യുന്നത്.
ഈ ബ്ലഡ് അഗാറിനെയും മെക്കോങ്കി അഗാറിനെയും കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയ ആണ് ക്ലഡ് അഗാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലഡ് അഗാർ, CLED അഗാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ UTI ഇൻഫെക്ഷൻസിന് മെയിൻലി യൂസ് ചെയ്യുന്ന മീഡിയ ആ തരത്തിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. മെക്കോങ്കി അഗാറും ബ്ലഡ് അഗാറാണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷന് വേണ്ടി നമുക്ക് ക്ലഡ് അഗാർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ മീഡിയ ആണ് ചോദിച്ചത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മീഡിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത് മെക്കോങ്കി അഗാർ ആണ്. ഓക്കെ, ബ്ലഡ് അഗാർ അല്ല, മെക്കോങ്കി അഗാർ ആണ് ഇവിടുത്തെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇൻഡിക്കേറ്റർ മീഡിയത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെക്കോങ്കി അഗാർ, വിൽസൺ ബ്ലെയർ മീഡിയ, യൂറിയസ് മീഡിയ, സിട്രേറ്റ് മീഡിയ. ഓക്കെ, വിൽസൺ ബ്ലെയർ മീഡിയ നമ്മൾ സാൽമണല്ലയുടെ കേസിൽ യൂസ് ചെയ്യുന്നതാണ്. യൂറിയസ് മീഡിയ നമുക്കറിയാം എന്താണ്, അവിടെ ഗ്രോത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആൽക്കലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കലൈൻ എന്താണ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ വഴി എന്ത് ചെയ്യുന്നു, അവിടെ pH ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുന്നു, പിങ്ക് കളറായിട്ട് മാറും. ഫീനോളുണ്ട് എന്ത് ചെയ്യുന്നു, പിങ്ക് കളറായിട്ട് മാറും. അങ്ങനെയാണ് യൂറിയസ് മീഡിയ എന്ന് പറയുന്നത്. സിട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ബ്രോമോതൈമോൾ ബ്ലൂ ആണ് അവിടുത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, അവിടെ ബ്ലൂ കളറായിട്ട് മാറുന്നു, പ്രഷ്യൻ ബ്ലൂ കളറായിട്ട് മാറുന്നു. ഓക്കെ, അത്തരത്തിലാണ് അവിടെ ഇൻഡിക്കേറ്റർ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ മീഡിയത്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെക്കോങ്കി അഗാർ, വിൽസൺ ബ്ലെയർ, യൂറിയസ് മീഡിയ ഒക്കെ എന്താണ് ഇൻഡിക്കേറ്റർ മീഡിയ ആണ്. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റർ മീഡിയയെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോർമലി നമ്മുടെ എക്സാമുകളിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസുകൾ നോക്കുമ്പോഴും അതുമായി റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ കൂടെ പഠിച്ചു പോകും. അതുപോലെ ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും അതുമായിട്ട് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.